ഏത് ജില്ലയിലാണ് മലയാളക്കരയിലെ ആദ്യ JRC യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്? ഉത്തരം പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് മലയാളക്കരയിലെ ആദ്യ JRC യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത് എന്നാണ്? ആൻസർ 1917. 1917 റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈസ് പാട്രൺ മെമ്പർഷിപ്പിന് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്? ആൻസർ 20,000 രൂപ. 20,000 രൂപയാണ് വൈസ് പാട്രൺ മെമ്പർഷിപ്പിന് അടയ്ക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും ശക്തിയുള്ള ഫോർവേഡ് ഗിയർ ഏതാണ്? ആൻസർ ഫസ്റ്റ് ഗിയറാണ് ഏറ്റവും ശക്തിയുള്ള ഫോർവേഡ് ഗിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം? ആൻസർ 206. 206 അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം. അടുത്ത ചോദ്യം, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം. അടുത്ത ചോദ്യം, പെർമിറ്റും രജിസ്ട്രേഷനും പ്രകാരം അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഭാരം കയറ്റാൻ പാടില്ല എന്നത് ട്രാഫിക് നിയമത്തിലെ എത്രാമത്തെ സെക്ഷനിലാണ് പെടുന്നത്? ആൻസർ 113. 113ാമത്തെ സെക്ഷനിലാണ് പെർമിറ്റും രജിസ്ട്രേഷനും പ്രകാരം അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഭാരം കയറ്റാൻ പാടില്ല എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സമാന സ്വഭാവമുള്ള കോശസമൂഹത്തെ ഡാഷ് എന്ന് പറയുന്നു? ആൻസർ ടിഷ്യൂ. ടിഷ്യൂ എന്നാണ് സമാന സ്വഭാവമുള്ള കോശസമൂഹത്തെ പറയുന്നത്. അടുത്ത ചോദ്യം, ജനീവ കരാർ ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? ആൻസർ 1864. 1864 ജനീവ കരാർ ഒപ്പുവെച്ചത്. അടുത്ത ചോദ്യം, സോൾഫെറിനോ സുവനീർ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? ആൻസർ 1862. 1862 ഹെൻറി ഡ്യൂനൻ്റ് എഴുതിയ സോൾഫെറിനോ സുവനീർ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അടുത്ത ചോദ്യം, മലയാളക്കരയിൽ JRC പ്രവർത്തനം ആരംഭിച്ച വർഷം? ഉത്തരം 1929. 1929 മലയാളക്കരയിൽ JRC പ്രവർത്തനം ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹെൻറി ഡ്യൂനൻ്റ് അന്തരിച്ച വർഷം? ആൻസർ 1910 ഒക്ടോബർ 30. 1910 ഒക്ടോബർ 30 ഹെൻറി ഡ്യൂനൻ്റ് അന്തരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹെൻറി ഡ്യൂനൻ്റ് ജനിച്ച വർഷം? ആൻസർ 1828 മെയ് 8. 1828 മെയ് 8 ജീൻ ഹെൻറി ഡ്യൂനൻ്റ് ജനിച്ചത്. അടുത്ത ചോദ്യം, NSSൻ്റെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ നാഷണൽ സർവീസ് സ്കീം. നാഷണൽ സർവീസ് സ്കീം എന്നാണ് NSSൻ്റെ പൂർണ്ണരൂപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏക മാതൃകാ JRC യൂണിറ്റ്? ആൻസർ കൊല്ലം. കൊല്ലത്താണ് കേരളത്തിലെ ഏക മാതൃകാ JRC യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ഡ്രൈവർ പാലിക്കേണ്ടതാണെന്ന് ട്രാഫിക് നിയമത്തിലെ എത്രാമത്തെ സെക്ഷനിലാണ് പെടുന്നത്? ആൻസർ സെക്ഷൻ നമ്പർ 112. അടുത്ത ചോദ്യം, കാൽനട യാത്രക്കാർ റോഡിൻ്റെ ഏത് വശത്തു കൂടിയാണ് നടക്കേണ്ടത്? ആൻസർ വലതുവശത്തു കൂടി. കാൽനട യാത്രക്കാർ റോഡിൻ്റെ വലതുവശത്തു കൂടിയാണ് നടക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, JRCയുടെ ആദർശവാക്യം? ആൻസർ സേവനം. സേവനം എന്നതാണ് JRCയുടെ ആദർശവാക്യം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഒന്നാമത്തെ JRC യൂണിറ്റ് എന്ന ബഹുമതി നേടിയ സ്കൂൾ? ആൻസർ സെൻറ് തോമസ് മിഷൻ HS, പാലക്കാട്. പാലക്കാട് സെൻറ് തോമസ് മിഷൻ HS ആണ് കേരളത്തിലെ ഒന്നാമത്തെ JRC യൂണിറ്റ് എന്ന ബഹുമതി നേടിയ സ്കൂൾ. അടുത്ത ചോദ്യം, കാരുണ്യദേവത എന്ന് അറിയപ്പെടുന്നത് ആര്? ആൻസർ ക്ലാര ബർട്ടൺ.
ക്ലാര ബർട്ടനാണ് കാരുണ്യ ദേവത എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, JRC പതാകയിലെ അടയാളത്തിൻ്റെ അർത്ഥം. ആൻസർ നിഷ്പക്ഷത. നിഷ്പക്ഷതയാണ് JRC പതാകയിലെ അടയാളത്തിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം, അമേരിക്കയിലെ അടിമത്ത നിർമ്മാർജ്ജനത്തിന് ഏറെ സഹായിച്ച ഗ്രന്ഥം. ആൻസർ അങ്കിൾ ടോംസ് ക്യാബിൻ. അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന ഗ്രന്ഥമാണ് അമേരിക്കയിലെ അടിമത്ത നിർമ്മാർജ്ജനത്തിന് ഏറെ സഹായിച്ച ഗ്രന്ഥം. അടുത്ത ചോദ്യം, സ്കൂൾ കോളേജ് മേഖലയിൽ വേഗത പരിധി എത്രയാണ്? ആൻസർ 25 കിലോമീറ്റർ. 25 കിലോമീറ്ററാണ് സ്കൂൾ കോളേജ് മേഖലയിൽ വേഗതയുടെ പരിധി. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ 1984 വാതക ദുരന്തം ഉണ്ടായ സ്ഥലം ഏതാണ്? ആൻസർ ഭോപ്പാൽ. ഭോപ്പാലിലാണ് 1984 വാതക ദുരന്തം ഉണ്ടായത്. അടുത്ത ചോദ്യം, മൂർച്ചയുള്ള കത്തി കൊണ്ടോ കുന്തമുന കൊണ്ടോ ഉണ്ടാകുന്ന മുറിവിനെ പറയുന്ന പേര് എന്താണ്? ആൻസർ പാഞ്ച്വേർഡ് വൂണ്ട്. പാഞ്ച്വേർഡ് വൂണ്ട് എന്നാണ് മൂർച്ചയുള്ള കത്തി കൊണ്ടോ കുന്തമുന കൊണ്ടോ ഉണ്ടാകുന്ന മുറിവിനെ പറയുന്ന പേര്. അടുത്ത ചോദ്യം, ഡൈനാമിറ്റ് രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൻസർ ആൽഫ്രഡ് നോബൽ. ആൽഫ്രഡ് നോബലാണ് ഡൈനാമിറ്റ് രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? ആൻസർ ജീൻ ഹെൻറി ഡ്യൂനന്റ്. ജീൻ ഹെൻറി ഡ്യൂനന്റ് ആണ് റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ജില്ലാ റെഡ് ക്രോസ് പ്രസിഡന്റ്. ആൻസർ കളക്ടർ. കളക്ടറാണ് ജില്ലാ റെഡ് ക്രോസിന്റെ പ്രസിഡന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജൂനിയർ റെഡ് ക്രോസ് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ആദ്യമായി സ്ഥാപിച്ചത്? ആൻസർ പഞ്ചാബ്. പഞ്ചാബിലാണ് ഇന്ത്യയിൽ ജൂനിയർ റെഡ് ക്രോസ് ആദ്യമായി സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഗാന്ധിജി യുദ്ധരംഗത്ത് വളണ്ടിയറായി പ്രവർത്തിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായം ഉണ്ടായിരുന്നു? ആൻസർ 37 വയസ്സ്. യുദ്ധരംഗത്ത് വളണ്ടിയറായി പ്രവർത്തിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് 37 വയസ്സാണ് പ്രായമുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, 1901 ഹെൻറി ഡ്യൂനന്റിനോടൊപ്പം നോബൽ സമ്മാനം പങ്കിട്ട വ്യക്തി ആരാണ്? ആൻസർ ഫെഡറിക് പാസി. ഫെഡറിക് പാസിയാണ് 1901 ഹെൻറി ഡ്യൂനന്റിനോടൊപ്പം നോബൽ സമ്മാനം പങ്കിട്ടത്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.